ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. 4 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിലെ 13,785 വളർത്തുപക്ഷികളെ കൊന്ന് നശിപ്പിക്കും. രോഗപ്രഭവ കേന്ദ്രത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷി വളർത്തലും വിൽപ്പനയ്ക്കും ഒരാഴ്ചത്തേക്ക് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനിയാണ്. 4 പഞ്ചായത്തുകളിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഹി, ആലപ്പുഴ ജില്ലയിൽ 4 പഞ്ചായത്തിലെ 5 ഇടത്താണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് അമ്പലപ്പുഴ തെക്ക്, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തുകളിലും കരുവറ്റ, പള്ളിപ്പാട് പഞ്ചായത്തുകളിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി 5000-ത്തിലധികം വളർത്തു പക്ഷികൾ ചത്തു വീണിരുന്നു. അതിൽ ഏറ്റവും കൂടുതലും കാട, താറാവ്, കോഴി എന്നീ പക്ഷികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പഞ്ചായത്തിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭാഗങ്ങളിലായി 13,785 വളർത്തു പക്ഷികളെ കൊന്നൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ആലപ്പുഴ നഗരസഭ, അരിപ്പാട് നഗരസഭ ഉൾപ്പെടെ അതിന് പുറമെ 31 പഞ്ചായത്തുകളിലടക്കം പക്ഷികളെ വളർത്തുന്നതും വിൽക്കുന്നതും, അതായത് പക്ഷി മാംസങ്ങളടക്കം, കോഴിയിറച്ചി അടക്കം വിൽക്കുന്നതിനടക്കം ഉള്ള നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ക്രിസ്മസിൻ്റെ ആ ഒരു കാലയളവിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പക്ഷിപ്പനി കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം കൊന്നെടുക്കുന്ന, അതായത് ഈ രോഗത്തിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിൽ അതിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷികളെ 3 മാസത്തേക്ക് വളർത്തുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ വലിയൊരു പ്രതിസന്ധി വീണ്ടും ഇപ്പോൾ ഈ താറാവ് കർഷകർക്കും കോഴി കൃഷി ചെയ്യുന്നവർക്കും എല്ലാം തന്നെ വലിയ ഒരു പ്രതിസന്ധിയാണ് വീണ്ടും ഉണ്ടായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെയാണ് ഹോട്ടലുകളിലടക്കം ഇത്തരം കോഴിയിറച്ചിയും മറ്റും നിരോധിക്കുന്നതോടെ അവരും വലിയ പ്രതിസന്ധിയിലാവും. നേരത്തെ അവർ സമരം അടക്കമുള്ള പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. അത്തരം ഒരു സമാന സാഹചര്യത്തിലേക്കാണ് വീണ്ടും ആലപ്പുഴ എത്തിച്ചേർന്നിട്ടുള്ളത്. രാഹി. ശരി സുധീഷ്, എന്തായാലും ആലപ്പുഴയിൽ വീണ്ടും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 4 പഞ്ചായത്തുകളിൽ കൂടി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിലെ വളർത്തു പക്ഷികളെ കൊന്ന് നശിപ്പിക്കും. 13,785 പക്ഷികളെയാണ് കൊന്ന് നശിപ്പിക്കുക. രോഗപ്രഭവ കേന്ദ്രത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷി വളർത്തലും വിൽപ്പനയും ഒക്കെ ഒരാഴ്ചത്തേക്ക് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടി സുധീഷ് ഗോപാൽ പങ്കുവയ്ക്കുന്ന വിവരമാണ്.